തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മെൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ടയർ 5 വിസ എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് അറിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. UK-ലേക്ക് ബേസിക്കലി നമ്മൾ വിസ ഫയൽ ചെയ്യുമ്പോൾ പല വിസ കാറ്റഗറീസ് ഉണ്ട്. ഞാൻ ഇതിന് മുമ്പും പല വീഡിയോയിൽ പറഞ്ഞതാണ്. ടയർ 1, ടയർ 2 അങ്ങനെ ടയർ 5 വരെ കാറ്റഗറിയിലാണ് ടയർ ഓരോ വിസാസ് സ്റ്റാമ്പ് ചെയ്യുന്നത്. ഇതിൽ ടയർ 2 വിസ എന്ന് പറഞ്ഞാൽ നോർമലി ഡയറക്റ്റ് നമ്മൾ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ടയർ 3 വിസ എന്ന് പറയുന്നത് ടയർ 4 വിസ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് വിസ പോലെയുള്ള വിസകൾ അപ്ലൈ ചെയ്യുന്നതാണ് ടയർ 4 വിസ എന്ന് പറയുന്നത്. ഇതിൽ അടുത്തൊരു കാറ്റഗറി വരുന്ന വിസ കാറ്റഗറിയാണ് ടയർ 5 വിസ എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് വന്ന ഒരു എൻക്വയറിയിൽ ഈ ടയർ 5 വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റിയൽ ആണോ അതോ അത് ഫേക്ക് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് വന്നായിരുന്നു. ബേസിക്കലി ടയർ 5 കാറ്റഗറി വിസ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ടയർ 5 കാറ്റഗറി വിസ എന്ന് പറയുന്നത് നോർമലി ഷോർട്ട് ടേം ടെമ്പററി വർക്ക് വിസാസ് ആണ്. ഓക്കെ, ഇതിനെ അൺസ്കിൽഡ് വർക്ക് വിസ എന്ന് എന്നെ വിളിച്ച ആൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ അൺസ്കിൽഡ് വർക്ക് വിസ എന്ന് പറഞ്ഞൊരു വർക്ക് വിസ ഇല്ല. ഇത് സ്കിൽഡ് വർക്ക് വിസയാണ് ടയർ 5 കാറ്റഗറിയിൽ വരുന്നത്. അത് എന്തെങ്കിലും ഒരു ഒക്കേഷണലി പ്രത്യേകിച്ച് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം അവിടെ എന്തെങ്കിലും സ്പോർട്സ് ഇവൻ്റ് ഒക്കെ നടക്കുകയാണ്, അതിൽ നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരാൾ പങ്കെടുക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്നൊരു വിസ. അതേപോലെ തന്നെ ആർട്സ് റിലേറ്റഡ് ആയിട്ട് ഇപ്പം അവിടെ എന്തെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ ഒരു സ്റ്റാർ ഷോ നടക്കുന്നു, മെഗാ ഷോ നടക്കുന്നു, അല്ലെങ്കിൽ മ്യൂസിക് കോൺസെർട്ട് നടക്കുന്നു, അതിൽ പങ്കെടുക്കാൻ പോകുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു വിസ. അതുപോലെ ഒരു ചാരിറ്റബിൾ NGOസിൻ്റെ ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ട്, അതിലേക്ക് മറ്റൊരു രാജ്യത്തു നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് എത്താനുള്ള ഒരു വിസ. റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇവന്റ് അവിടെ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം എന്തെങ്കിലും ഒരു പ്രാർത്ഥന ദേവാലയങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഈവന്റ് അവിടെ നടക്കുന്നത്, അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായ ഒരു പ്രീസ്റ്റിനെ ആരെങ്കിലും അവിടേക്ക് കൊണ്ടുപോകാൻ അത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കീമിൽ അവിടെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റേതായ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പോകാൻ വേണ്ടിയിട്ട്, അത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് സ്പോൺസർഡ് ആണെങ്കിൽ. അതുപോലെ യൂത്ത് മൊബിലിറ്റി പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് യൂത്ത് മൊബിലിറ്റി പ്രോഗ്രാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവിടെ പോയി എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും അവരുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പങ്കെടുക്കാനോ പോകുന്ന യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറയുന്ന കാര്യം, അതും ടയർ 5 വരുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റി നടക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പണിംഗ് ആണ്, സൗത്ത് ഇന്ത്യൻ ഷെഫ് പർട്ടിക്കുലർ ആയിട്ടുള്ള സ്കില്ലുള്ള സൗത്ത് ഇന്ത്യൻ ഷെഫിനെ തന്നെ വേണം എന്നുള്ള ഒരു റിക്വയർമെൻ്റ് ഉള്ള സമയത്ത് അതിന് വേണ്ടിയിട്ടോ എന്നിങ്ങനെയുള്ള പല ഇതിലെ കാറ്റഗറിയിലേക്കും ടെമ്പററി ആയിട്ട് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വിസയാണ് ഈ പറഞ്ഞ ടയർ 5 കാറ്റഗറിയിൽ വരുന്ന വിസാസ്. ഇതിൽ പല പ്രൊഫഷൻസും ഉണ്ട്, പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിലേക്കാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സ്പോർട്സ്, ആർട്സ്, റിലീജിയസ് ആയിട്ടുള്ള ചാരിറ്റി ആയിട്ട് യൂത്ത് മൊബിലിറ്റി എന്ന് തുടങ്ങി പല കാറ്റഗറിയിലും ഇതിൽ വിസ സ്റ്റാമ്പ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിന് ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 months തൊട്ട് നമുക്ക് അപ് ടു 2 years ആണ് ഇതിൻ്റെ മാക്സിമം നമുക്ക് വിസ കിട്ടാവുന്നത്. ഈ വിസ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ അവിടെ ഇൻവൈറ്റ് ചെയ്യാൻ അവിടെ ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള COS പ്രൊവൈഡ് ചെയ്യാൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏജന്റിന് മാത്രമേ അല്ലെങ്കിൽ ഒരു സ്പോൺസറിന് മാത്രമേ നമുക്ക് ഈ ഒരു വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ചെയ്തു തരാൻ പറ്റുള്ളൂ. നോർമലി അവിടുത്തെ ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഹോം ഓഫീസിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് മാത്രമേ നമ്മളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് അവർ ത്രൂ നമുക്ക് ഈ പേപ്പർ വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. ഇത് നമുക്ക് സെൽഫായിട്ട് യൂത്ത് മൊബിലിറ്റി പ്രോഗ്രാം പലപ്പോഴും സെൽഫായിട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഇൻവിറ്റേഷൻ നമുക്ക് വേണം. നമ്മൾ നാട്ടിലൊരു യൂണിവേഴ്സിറ്റി പഠിച്ചു എന്നുള്ളൊരു പേര് കൊണ്ട് മാത്രം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവിടുത്തെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻവിറ്റേഷനും കൂടെ ഇതിന് അത്യാവശ്യമാണ്. അപ്പോൾ യൂത്ത് മൊബിലിറ്റി പ്രോഗ്രാമിൽ വരുന്ന അതിനെക്കുറിച്ച് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.
പിന്നീട് മറ്റൊരു കാര്യമാണ്, ഇത് നമ്മൾ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ UK മറ്റുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ IHS മെഡിക്കൽ എക്സ്പെൻസസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ വിസയുടെ ടൈമിൽ നമ്മൾ പേ ചെയ്യണം. നോർമലി 6 months ആണ് നമ്മുടെ ഇതിൻ്റെ വിസയുടെ ഏറ്റവും ലോവസ്റ്റ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ £1035 പെർ മന്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ 6 months ഒക്കെ ആണെങ്കിൽ 6 months നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ 1 year ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 1 yearലേക്കുള്ളത് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ £235 എന്ന് പറഞ്ഞ ഒരു എമൗണ്ടും ഇതിന് പുറമെ നമ്മുടെ വിസ പ്രോസസ്സിങ് ചാർജായിട്ട് വരും. അതിന് പ്രയോറിറ്റി ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ എത്രയാണ് എക്സ്ട്രാ വരുന്നത് ആ എമൗണ്ട് നമുക്ക് വിസ ആപ്ലിക്കേഷൻ്റെ ടൈമിൽ വരുന്നതാണ്. പിന്നെ പൊതുവേ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്പോൺസറാണ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഈവെൻറ്റിനൊക്കെയാണ് വിളിക്കുന്നത്, അവരാണ് സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വഴി, അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ടാണ് ട്രാവൽ ചെയ്യാനുള്ള എക്സ്പെൻസസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെൽഫായിട്ട് എടുക്കേണ്ടി വരും. ഇനി ഇതിലൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിസ എടുത്ത് പോയാൽ കാര്യമുണ്ടോ, ഇതെടുത്തു പോകുന്നവർ എങ്ങനെയാണ്, പെടുവോ അതോ രക്ഷപ്പെടുവോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് പൊതുവെ ഇതിൻ്റെ ബാക്കി ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. ഈ യൂത്ത് മൊബിലിറ്റി പ്രോഗ്രാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പ്യുവർ വർക്ക് വിസ എന്ന് പോലെ തന്നെയാണ്. ഇപ്പോൾ സ്പോർട്സും ഈവൻറ്റും നമ്മൾ ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം ഒരു പ്യുവർ വർക്ക് വിസ പോലെ തന്നെയാണ്. നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോണ പോലെ തന്നെയാണ്. അവിടെ ചിലപ്പോൾ സീസണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ ആ സീസണൽ ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം പോകുന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് അവിടെ വർക്ക് ചെയ്യാനും ഒരു പൈസ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ ഇതിൽ മറ്റുള്ള സ്റ്റുഡൻറ്റ് വിസ പറയുന്ന പോലെ 20 hours വർക്ക് ലിമിറ്റോ പ്രശ്നങ്ങളോ ഈ കാര്യത്തിൽ നമ്മൾ ബാധിക്കുന്നില്ല. കാരണം നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ പോണെയാണ്. അപ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യുകയും അതിൻ്റെ എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്പോൺസറിൻ്റെ കീഴിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ സ്പോൺസറിൻ്റെ കീഴിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പുറമെ നമുക്കിപ്പോൾ വേറൊരു എക്സ്ട്രാ ഇൻകം കൂടി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ Tier 5 വിസയിലുണ്ട്. നമുക്ക് 20 hours ലിമിറ്റിൽ നമുക്ക് വിത്ത് സ്പോൺസറിൻ്റെ NOC നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ 20 hours നമുക്ക് എക്സ്ട്രാ ഏൺ ചെയ്യാവുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. നോർമലി ഇതിന് സ്റ്റാമ്പ് ചെയ്യുന്ന വിസയുടെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 6 months ആണ് നോർമലി സ്റ്റാമ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സെക്കൻഡ് എക്സ്റ്റൻഷന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് എക്സ്റ്റൻഷന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ട്രാക്കും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ വിസ നോംസിൽ എതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിസ റിജക്ഷൻ്റെ ചാൻസും വളരെ കൂടുതലാണ്. കാരണം അവിടെ നമ്മൾ ഇപ്പം ഇനി തിരിച്ചു പോകാൻ പ്ലാനില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിസ റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ആ സമയത്ത് ഹോം ഓഫീസിന് അതിൻ്റെ ഡിസിഷനും ഹോം ഓഫീസിന് എടുക്കാനുള്ള അതോറിറ്റി ഉണ്ട്. പിന്നെ ഈ വിസയിൽ ഫാമിലീനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിന് അടുത്തൊരു ചോദ്യം വരുന്നത്. നമുക്കൊരു £1235 നമുക്ക് ആനുവലി നമ്മൾക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് നമ്മളുടെ ഫാമിലീനെയും, അത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ, ഇപ്പോൾ വൈഫ് വരികയാണെങ്കിൽ ഇത്ര പൗണ്ട്, ഇപ്പോൾ ഒരു കുട്ടിക്കാണെങ്കിൽ ഇത്ര പൗണ്ട്, 2 കുട്ടിക്കാണെങ്കിൽ ഇത്ര പൗണ്ട്, അങ്ങനെ ഇനി കുട്ടികളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം കാണിക്കുന്ന എമൗണ്ട് കൂടി വരും. എന്നാലും ബേസിക്കലി വൈഫിനെയും ഒരു കുട്ടീനെയും മാത്രം കൊണ്ടുവരാനാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു £1235 നമുക്ക് സാലറി കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ നമുക്ക് ഫാമിലീനെയും കൂടെ ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ നമ്മൾക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് അവിടെയുള്ള ഒരു രീതിയിലുള്ള ബെനിഫിറ്റ്സും ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ടെമ്പററി വിസയിലാണ് പോയിരിക്കുന്നത്. ഫാമിലീനെ നമ്മൾ കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക് വർക്ക് ചെയ്യാൻ പോകാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യണതിന് പ്രശ്നമില്ല, മറ്റുള്ള ചൈൽഡ് ബെനിഫിറ്റ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു കാര്യം. ഹെൽത്ത് ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റും, കാരണം നമ്മൾ ഓൾറെഡി ഹെൽത്ത് ഇൻഷുറൻസ് IHS നമ്മൾ അടച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഫാമിലീനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഫാമിലിയുടെയും IHS പേ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഫാമിലിയുടെ ബാക്കിയുള്ള പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ ഡിപ്പെൻഡൻസിനെ ചെയ്യുന്ന സമയത്ത് ഇപ്പം വൈഫിൻ്റെയും കുട്ടിയുടെയൊക്കെ അതുപോലെ തന്നെ അഡീഷണൽ വേറെ ചാർജസും അവർക്ക് അവരുടേതായ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട്. ആ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിൽ ഡിപ്പെൻഡൻറ്റ് വിസ അടിക്കാനുള്ള സാധ്യതയുള്ളൂ.
പിന്നെ ഇതിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ വിസയിൽ നിൽക്കുന്ന സമയത്ത് മറ്റൊരു പെർമനന്റ് വിസയിലേക്കോ അല്ലെങ്കിൽ ഒരു പെർമനന്റ് ജോബിലേക്കോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പാട് ഉള്ളതല്ല എന്നുള്ളത്. നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മറ്റൊരു പെർമനന്റ് ജോബിലേക്കോ അല്ലെങ്കിൽ ഒരു പെർമനന്റ് വിസയിലേക്കോ നമുക്ക് മാറ്റി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ വിസ റിജക്ഷന് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ നിന്നിട്ട് വർക്ക് വിസ അടിക്കാം എന്നാരെങ്കിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ഇതിന് കൺട്രി എക്സിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് വിസ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വിസയിൽ തന്നെ നിന്നിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എംപ്ലോയറിൻ്റെ കീഴിൽ പോയി വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ നിന്ന് നിങ്ങൾ അവിടെ തന്നെ നിന്നൊരു വർക്ക് വിസ എടുക്കാം എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ടെമ്പററി വിസയാണ്. ഇത് ഈ ഒരു വിസയിൽ നിങ്ങൾക്ക് മാക്സിമം പോവാവുന്ന ഡ്യൂറേഷൻ 2 വർഷം വരെയാണ്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കിട്ടില്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി 2 വർഷത്തിന് ശേഷം നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി നിങ്ങൾക്ക് 2 വർഷം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ 2 വർഷത്തിന് ശേഷം നിങ്ങളുടെ വിസ ക്യാൻസലേഷനുമാണ്. ഓട്ടോമാറ്റിക്കലി പിന്നെ നിങ്ങൾക്ക് ആ വിസയിൽ നിങ്ങൾക്ക് ബാനാണ്. നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും ആ വിസ ക്ലെയിം ചെയ്ത് വരാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് ടയർ 5 വിസയിൽ വരുന്ന കാറ്റഗറീസും ടയർ 5 വിസയുടെ പ്രത്യേകതകളും. ടയർ 5 വിസ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളും. ഇതിൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്പോൺസർ നിങ്ങൾക്ക് വർക്ക് വിസ ഓഫർ തരികയാണെങ്കിൽ അത് ജെനുവിൻ ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അവിടെ സ്പോൺസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് വിസ തരും എന്നുള്ളത്. പക്ഷേ ഇതിനു വേണ്ടി വലിയൊരു എമൗണ്ട് മുടക്കി നിങ്ങളിപ്പോൾ പലരും പറയുന്ന പോലെ 7, 8, 10, 12 ലക്ഷമൊക്കെ മുടക്കി നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ സജഷൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ എക്സ്റ്റൻഷൻ കിട്ടുമോ, നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ 6 മാസത്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു റിസ്ക് എടുക്കാണ്ടിരിക്കുക. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വളരെ മിനിമലായിട്ടുള്ള എമൗണ്ടിൽ നിങ്ങൾക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ കയറി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോയി നിങ്ങൾക്ക് അവിടുത്തെ ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഓഫ് കോഴ്സ് നല്ല കാര്യമാണ്. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആര് പറഞ്ഞാലും പോയി ചെയ്യരുത്. അവർ തരുന്ന സ്പോൺസറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക, അത് ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഇവർ ജെനുവിൻ ആയിട്ടുള്ളതാണോ, ഇവർ തന്നെയാണോ നിങ്ങൾക്ക് വർക്ക് വിസ തരുന്നത്. പിന്നെ വർക്ക് വിസ അല്ല, ടയർ 4 വിസയ്ക്കുള്ള COS തരുന്നത്. ഇനി ആ COS തരുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് എലിജിബിൾ ആണോ, ഈ ഹോം ഓഫീസിൻ്റെ ഹിസ്റ്ററി എങ്ങനെയുണ്ട്, ഹോം ഓഫീസിൽ ഇവരുടെ ഹിസ്റ്ററി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 2025 ഇന്ത്യക്ക് അഡ്മിഷൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, കൂടുതൽ ആളുകളിലേക്ക് വീഡിയോസ് എത്തിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.